എഫ്രായീം. വലിയ നോമ്പിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൂനിയായ സ്ത്രീ അഥവാ ക്രിപ്പിൾഡ് വുമൻ ദേവാലയത്തിൽ ശാബത്തിൽ കണ്ടുമുട്ടിയ ആ സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതാണ് ഈ ദിവസത്തിലെ ആരാധന വിഷയം. കൂനിയായ സ്ത്രീയുടെ ദിവസം നമ്മുടെ ആരാധനയിൽ 2 ഗാനങ്ങൾ പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ആദാം അവശത പൂണ്ടപ്പോൾ രക്ഷിക്കുവാനായി ലേവ്യ പുരോഹിതന്മാരാരും ചെന്നില്ല എന്നുള്ള ഒരു ഗാനം. രണ്ടാമത് യെരൂശലേം യെരിഹോ മധ്യേ എന്നുള്ള ഒരു ഗാനവും. ഇതിൽ ആദ്യത്തെ ഗാനത്തിന് 2 അർത്ഥതലങ്ങളായി നമുക്ക് വായിക്കണം. ഒന്ന്, ഈ ആദാം അവശത പൂണ്ടപ്പോൾ എന്ന് പറയുന്നത് ഏദനിലെ ആദമിനെക്കുറിച്ച് നമുക്ക് അലിഗോറിക്കലായി വായിക്കാം. എന്നാൽ കൂനിയായ സ്ത്രീയെയാണ് ആദാം അവശത പൂണ്ടപ്പോൾ ലേവ്യ പുരോഹിതന്മാരായി ദേവാലയത്തിലുള്ളവർ ദർശിച്ചില്ല എന്ന് പറയുമ്പോൾ നാം വായിക്കേണ്ടത്. എന്നാൽ രണ്ടാമത് യെരൂശലേം യെരിഹോ മധ്യേ എന്ന ഗാനം പാടുമ്പോൾ അത് നല്ല ശമറിയാക്കാരൻ്റെ ഉപമയുടെ കഥയാണ്. അപ്പോൾ ഏദനിലെ ആദത്തിൻ്റെ വീഴ്ചയാണ് പിതാക്കന്മാർ വർണ്ണിക്കുന്നതെന്ന് ആദ്യ ഗാനം വായിക്കുമ്പോൾ നമുക്ക് തോന്നും. എന്നാൽ അതിൻ്റെ മറ്റൊരർത്ഥം ഇന്ന് ക്രിസ്തു ദേവാലയത്തിൽ വന്നപ്പോൾ ആ കൂനിയായ സ്ത്രീയെ ശ്രദ്ധിക്കാത്ത പുരോഹിത ലേവ്യന്മാരെക്കുറിച്ചുള്ള ചിന്തകൾ കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച നല്ല ശമറിയാക്കാരൻ്റെ ഉപമയുമായി ഇതിനൊരു ബന്ധമുണ്ട്. ക്രിസ്തു ഈ കൂനിയായ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതിന് മുമ്പായിട്ടാകാം ഒരു പക്ഷേ നല്ല ശമറിയാക്കാരൻ്റെ ഉപമ ഈ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞത്. അതിനർത്ഥം നല്ല ശമറിയാക്കാരൻ ആരെന്ന് ഇന്ന് ദേവാലയത്തിൽ വെച്ച് താൻ തെളിയിക്കുക കൂടിയാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന മനുഷ്യനെ കള്ളന്മാർ പിടിച്ചു അവശനാക്കി അതിലേക്ക് കടന്നുപോയ പുരോഹിതനും ലേവ്യനും അവനെ ശ്രദ്ധിച്ചില്ല. പിന്നീട് വന്ന വിജാതീയ മതക്കാരൻ അഥവാ ശമറിയാക്കാരൻ അവനെ സംരക്ഷിച്ചു മുറിവുകൾ കെട്ടി സത്രത്തിലാക്കി തുടർന്ന് 2 നാണയങ്ങൾ നൽകി മടങ്ങി. ഇനി അധികമായി ചെലവാക്കുന്നത് വരുമ്പോൾ നൽകാമെന്ന് പറയുന്നതാണ് ഗുഡ് സമറിറ്റൻ്റെ ഉപമ. ഈ ഉപമ ക്രിസ്തു പറഞ്ഞത് ദേവാലയത്തിൽ വെച്ചാകാം എന്നാണ് നാം വായിക്കുമ്പോൾ തോന്നുന്നത്. 18 വർഷമായി കൂനുള്ള സ്ത്രീയെ ദേവാലയത്തിൽ കണ്ടു. ഇക്കാലം അത്രയും അവൾ ദേവാലയത്തിൽ വന്നപ്പോൾ അവളെ രക്ഷിക്കുവാൻ ദേവാലയത്തിലെ ആരും തൻ്റെ അടുക്കൽ കൊണ്ടുവന്നില്ല എന്ന് ക്രിസ്തു ഒരു പരാമർശം നടത്തുകയാണ്. അതിനർത്ഥം നല്ല ശമറിയാക്കാരൻ്റെ ഉപമയിൽ പറയുന്നത് പോലെ പുരോഹിതനും ലേവ്യനും വഴിയിൽ കിടന്നവനെ ശ്രദ്ധിക്കാത്തതുപോലെ ഈ കൂനിയായ സ്ത്രീയെ ദേവാലയത്തിലുള്ള ആരും പുരോഹിതനോ ലേവ്യനോ ആരും തന്നെ ശ്രദ്ധിച്ചില്ല എന്ന് നമ്മൾ വായിക്കണം. അതുപോലെ ആ കൂനിയായ സ്ത്രീക്ക് വില കൽപ്പിച്ചില്ല എന്നുള്ളതുമാണ് നാം വായിക്കേണ്ടത്. ഒന്ന്, വില കൽപ്പിക്കുകയോ ആ കൂനിയായ സ്ത്രീയോ ശ്രദ്ധിക്കുകയോ ചെയ്യാത്ത ഒരു ചിത്രമാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ക്രിസ്തു പറഞ്ഞ ഉപമയിലെ നല്ല ശമറിയാക്കാരൻ ഈ ദേവാലയത്തിൽ വെച്ച് ക്രിസ്തു പറയുകയാണ്, ആ കൂനിയെ വിളിച്ച് സൗഖ്യം നൽകിയ ക്രിസ്തുവാണ്. വഴിയാത്രയിൽ കിടന്ന ആ മനുഷ്യനെ സംരക്ഷിച്ച ശമറിയാക്കാരനെ പോലെ കൂനിയെ വിളിച്ച് സൗഖ്യം നൽകിയ ക്രിസ്തു എന്നവരെ പഠിപ്പിക്കുക. നമ്മുടെ സമൂഹത്തിൽ അവശതയെ അനുഭവിക്കുന്നവരെ കരുതുന്നവരാണ് നല്ല ശമറിയാക്കാരൻ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരർത്ഥതലം. എന്നാൽ ഈ ഉപമയിൽ പിതാക്കന്മാർ കാണുന്നത് ഈ കൂനിയായ സ്ത്രീ അവശത അനുഭവിച്ച ആദാം എന്നാണ് പഠിപ്പിക്കുന്നത്. വീണുപോയ ആദാമിൻ്റെ ചരിത്രമാണ് യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന യാത്രക്കാരൻ. അതിനർത്ഥം പറുദീസായിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷഫലത്തിൻ്റെ അടുക്കിലേക്ക് പോയ ആദാം അവിടെ കള്ളന്മാർ പിടിച്ചു. അതിനു പകരം ഇവിടെ ആദമിനെ സർപ്പം വഞ്ചിച്ചുവെന്ന നല്ല ശമറിയക്കാരുടെ ഉപമയിൽ കാണുന്ന അർത്ഥനഗ്നനായ മനുഷ്യൻ പാപം മൂലം നഗ്നനായി തീർന്ന ആദാമെന്ന് പഠിപ്പിക്കുന്നു. വീണുപോയ ആദമിനെ രക്ഷിക്കുവാൻ പുരോഹിതനും ലേവ്യനും കടന്നു വന്നില്ല എന്നതിനർത്ഥം മോശ മുതലുള്ള പ്രവാചകന്മാർ വീണുപോയ ആദത്തെ രക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്ന് നാം വായിക്കണം.
അതിനാൽ ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് വീണുപോയ ആദാമ്യ കുലത്തെ രക്ഷിച്ചു. തുടർന്ന് സഭയാകുന്ന ദേവാലയത്തിൽ ആദാമ്യ സമൂഹത്തെ ഏൽപ്പിച്ചു. നല്ല ശമറിയാക്കാരൻ സത്രത്തിൽ ആ മനുഷ്യനെ ശുശ്രൂഷിച്ചതുപോലെ അവിടെ 2 നാണയങ്ങൾ നൽകി എന്ന് പറയുന്നത് തിരുശരീര രക്തങ്ങളാകുന്ന നമ്മുടെ കർത്താവ് നൽകിയ അപ്പവീഞ്ഞുകളാണ്. തൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവങ്ങളാണ്. ദേവാലയത്തിൽ തിരുശരീര രക്തങ്ങളിലൂടെ വീണുപോയ ആദാമ്യ കുലത്തെ വീണ്ടെടുത്തു. അതുപോലെ നല്ല ശമറിയാക്കാരൻ സത്രത്തിൽ കൊണ്ടുപോയി വഴിയിൽ മരണാസന്നനായി കിടന്ന മനുഷ്യനെ ശുശ്രൂഷിച്ച് രക്ഷപ്പെടുത്തി. ഇന്ന് ദേവാലയത്തിൽ ക്രിസ്തു വന്ന് പറയുക, 18 വർഷമായ കൂനിയായ സ്ത്രീയെ വിളിച്ച് അവൾക്ക് സൗഖ്യം നൽകുമ്പോൾ ആ നല്ല ശമറിയാക്കാരനെ പോലെ നല്ല ശമറിയാക്കാരനായ ഈ ലോകത്തിൽ അവതരിച്ച ക്രിസ്തു ആ ഉപമയിൽ നിന്ന് മാറി നല്ല ശമറിയാക്കാരൻ ക്രിസ്തുവായി മാറി അവൾക്ക് സൗഖ്യം കൊടുക്കുക. നാം ശ്രദ്ധിക്കാത്ത, വില കൽപ്പിക്കാത്തവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് നമ്മുടെ വൃദ്ധരായവരും കഴിവില്ലാത്തവരും സമൂഹത്താൽ അവഗണിക്കപ്പെടുന്നവരുമാകാം. അവരെ ചേർത്ത് പിടിക്കുവാനാണ് ഈ വലിയ നോമ്പിലെ 5-ാമത്തെ ഞായറാഴ്ച നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്.